ഹായ്. അപ്പൊ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക്? എല്ലായിടത്തും ഇപ്പൊ ക്യൂട്ട്, പിൻട്രസ്റ്റ്, വിൻറ്റേജ് അങ്ങനെ ഓരോരോ സാധനങ്ങളാണല്ലോ. അപ്പൊ നമുക്ക് ക്യൂട്ടായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാം അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോൾ അത് ക്യൂട്ടാണോ പിൻട്രസ്റ്റ് ആണോ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ നോക്കല്. അപ്പൊ ഇതൊന്നും ഉണ്ടാക്കി വെക്കാം. കുട്ടികളൊക്കെ അവിടെ ഇരുന്നോളൂ കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ അടുത്തുള്ളത് ഒരു വൈറ്റ് ബോർഡാണ് കേട്ടോ. ഒരു കുറച്ച് കട്ടുള്ള ഒരു ബോർഡാണ് അടുത്തുള്ളത്. അപ്പൊ അതൊരു 10 സെന്റിമീറ്ററിലാട്ടോ ഞാൻ കട്ട് ചെയ്തുള്ളത്. അതേപോലെ തന്നെ 10 സെന്റിമീറ്ററുള്ള പേപ്പേഴ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് ഭാഗത്ത് ഒട്ടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഗൂഗിളിൽ നിന്ന് എഴുതിയാണ് സെർച്ച് ഒന്നും എഴുതി കൊടുക്കുന്നതാണ്. പിന്നെ ആൽഫബറ്റിക്കിന് പകരം നമ്പേഴ്സ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇത് പിങ്കിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ക്യൂട്ടൊക്കെ പിന്നെ ഓരോ കളറിനനുസരിച്ചല്ലേ മാറുന്നത്. ഞാൻ ക്യൂട്ടായിട്ട് പിങ്ക് തന്നെ എടുത്തിട്ടോ. അടിയിൽ ഫുള്ള് പിങ്ക് കളറായിട്ട് കളർ ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് ബോക്സസ് മാത്രം വിട്ടാണ്ട് കേട്ടോ കളർ ചെയ്യുന്നത്. ആ ബോക്സസിലാണ് ഞാൻ നമ്പേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ ഫുള്ള് കളർ ചെയ്ത ശേഷം ഞാൻ ബോക്സസ് വരച്ചു കൊടുത്തിട്ടാട്ടോ ഫുള്ള് കളർ ചെയ്ത് അതിന് ശേഷം അതിൽ നമ്പേഴ്സൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയും ക്യൂട്ടാണെന്നുള്ളവരൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അതിനൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലത്തെ പോർഷനിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ സെൻറ്റർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡും ഞാൻ പിങ്ക് ആയിട്ട് തന്നെ കൊടുത്തുള്ളത്. ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ടാട്ടോ ഞാനത് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഇനി 1 സെൻറ്റിമീറ്റർ കുറച്ച് കട്ടിയൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ 1/2 സെൻറ്റിമീറ്റർ വിട്ടുകൊണ്ടാണ് കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആവശ്യമുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റിക്കറിലുള്ള ഷീറ്റ് തന്നെ എടുത്തുള്ളത്. അപ്പോൾ അയിമലാട്ട് ഞാൻ അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എഴുച്ചൊക്കെ കട്ട് ചെയ്ത് കമ്പ്യൂട്ടറുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാട്ടോ. അപ്പോൾ 3 സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി, താഴ്ഭാഗം ഒട്ടിക്കരുത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ആരോ മാർക്കാണ് ആവശ്യമുള്ളത്. അതും ട്രാൻസ്പെറൻറ്റ് ഷീറ്റുമ്പോൾ തന്നെ കേട്ടോ വെക്കുന്നത്. അത് വെച്ചതിന് ശേഷം നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് സെക്യൂർ ആക്കണം. ശേഷം അതിൻ്റെ അടിയിൽ കൂടെ നമുക്കിത് അതിൽ ഇട്ട് കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൗസ് നീക്കുന്ന പോലെ ഇങ്ങനെ നീക്കി ആരോ മാർക്ക് നീങ്ങുന്നത് കാണാം. അപ്പോൾ ഇതാട്ടോ സാധനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ വെക്കുക. അപ്പോൾ വീണ്ടും കാണാം.